അപ്പോൾ നമുക്കിന്ന് മാങ്ങ പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി 2 മാങ്ങ ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഞാൻ ആവശ്യത്തിന് ഉപ്പാണ്. അതിന് ശേഷം ഞാൻ വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഒരു 5 എണ്ണം, അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേറെ മുളകൊന്നും ചേർക്കാത്തതുകൊണ്ട് നല്ല എരിവുള്ള പച്ചമുളക്. അപ്പോൾ ഓരോരുത്തർ ആ എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ ഇട്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് അത് വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ അത് വേഗമായി വരേണ്ടതാണ്. അതിൻ്റെ ഒരു അരപ്പ് ശരിയാക്കുക. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കടുകാണ്. പച്ചടിക്ക് കടുകാണ്. അത് വല്ലാണ്ട് അരിഞ്ഞതാവരുത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുത്താൽ മതി. ആവശ്യത്തിന് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്ന ജീരകമാണ്. ആ ജീരകം മുഴുവൻ ജീരകം അല്ല എൻ്റെ കയ്യിലുള്ളത്, പൊടിയാണ്. അപ്പോൾ ഞാനത് പിന്നീടാണ് ഇടുന്നത്. അതിപ്പോൾ ഒന്ന് അല്ലാണ്ട് അരച്ചതാക്കണമല്ലേ കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കിയിട്ട് നമുക്ക് വരാം. അപ്പോൾ ഞാനത് നമ്മുടെ മാങ്ങയിലേക്ക് ഒഴിച്ച് കൊടുത്തു. എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ചട്ടി വെച്ചിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. അതിൽ ഒഴിച്ച് കൊടുത്ത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വരട്ടെ. പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. അതഞ്ഞിട്ട് ചുവന്നുള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് മൊരിഞ്ഞ് വരുമ്പോൾ ഒരു 2-3 മറ്റൽ മുളകാണ് ഇടേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ കഴിഞ്ഞിരിക്കുന്ന തന്നെ ഞാൻ ഇടുന്നില്ല. അതിട്ട് ഒന്ന് പൊട്ടിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇത് ആയി വരുമ്പോൾ നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ ഉള്ളി. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല രുചിയുള്ള പച്ചടിയാണത്, മാങ്ങ പച്ചടി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതായി വന്നിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്ക് അങ്ങനെ തന്നെ അടച്ച് വയ്ക്കണം കേട്ടോ. ഇതിൻ്റെ മണമൊക്കെ നമ്മുടെ കറിയിൽ ചേർന്ന് ഉള്ളിയുടെയും കടുക് പൊട്ടിച്ചതിൻ്റെ ഒക്കെ മണം അതിൽ ചേരാൻ വേണ്ടി ഒരു 15 മിനിറ്റ് അടച്ച് വയ്ക്കുക. അതിന് മുന്നേ ഞാനൊരു സ്വല്പം മല്ലിയില അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ അത് നന്നായി ഒന്ന് അടച്ച് വെച്ചിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് തുറന്ന് നോക്കാൻ പോവാണ്. എന്താ വളരെ ടേസ്റ്റായിട്ടുള്ള നമ്മുടെ പച്ചടി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കുറുതായ പച്ചടിയാണ്.